നമസ്കാരം. ഇന്നെല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നതിന് തൊട്ട് മുന്നേ നിങ്ങളോട് ഞാനൊരു ചെറിയൊരു കഥ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങളോർക്കും കഥ കേൾക്കാനല്ലല്ലോ ഇരിക്കുന്നത്, പക്ഷേ ഇത് നിങ്ങൾ കേൾക്കണം. തീർച്ചയായിട്ടും ഈ കഥ നിങ്ങൾ കേൾക്കണം. എങ്കിലേ നിങ്ങൾക്ക് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ കിട്ടും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു നഗരത്തിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അവിടെയായിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത്. അപ്പം ഞാൻ എന്നും രാവിലെ ചായ കുടിക്കാനായിട്ട് പോകുമായിരുന്നു. അത് സാധാരണ നമ്മുടെ തള്ളിക്കൊണ്ട് നടക്കുന്ന ഒരു പെട്ടി വണ്ടിയാണ്. അതിൽ ആൾ രാവിലെ ചായ ഉണ്ടാക്കും, അതുപോലെ തന്നെ ഉഴുന്നുവടയും പഴംപൊരിയൊക്കെ ഉണ്ടാക്കും. ഈ രണ്ട് സാധനവും ചായയുമാണ് അവിടെ ഉള്ളത്. ആൾക്ക് നല്ല കച്ചവടമുണ്ട്. തൊട്ടടുത്ത് 2 ഹോട്ടലുകളുണ്ട്. നല്ല പേരുകേട്ട ഹോട്ടലുകളാണ്. അവിടെ ചായക്ക് 10 രൂപയും ഉഴുന്നുവട പഴംപൊരി മുതലായക്ക് 10 രൂപയുമായിരുന്നു. ഇവിടെ അദ്ദേഹം കൊടുക്കുന്നത് 7 രൂപയ്ക്ക് ചായയും അതേ 7 രൂപയ്ക്കും പലഹാരങ്ങളും കൊടുക്കുമായിരുന്നു. അത് ചൂട് നല്ല ഫ്രഷായിട്ടുള്ളത്. അദ്ദേഹം സ്വന്തമായിട്ട് വീട്ടിൽ അരച്ചു കൊണ്ടിരുന്ന മാവ്, നല്ല പഴം, ഇതൊക്കെ നമുക്ക് കൺമുന്നിൽ വെച്ച് തന്നെ അദ്ദേഹം ഉണ്ടാക്കി നമുക്ക് ചൂടോട് കൂടിയിട്ട് കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തിനും നല്ല കച്ചവടമുണ്ടായിരുന്നു, വരുമാനമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അധികം ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, പക്ഷേ അദ്ദേഹം ചെയ്യുന്നതും നല്ലൊരു തൊഴിലായിരുന്നു. നല്ല കൃത്യമായിട്ട് വൃത്തിയോട് കൂടിയിട്ട് നല്ല ആഹാര സാധനങ്ങൾ ആൾ കൊടുത്തുകൊണ്ടിരുന്നു. ആൾക്ക് മറ്റുള്ള കടകളിൽ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മറ്റ് 2 പ്രധാനപ്പെട്ട കടകളിൽ എത്തുന്ന ആളുകളെക്കാളും കൂടുതൽ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ അരികിൽ നിന്നായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഞാൻ അതുവഴി ആക്രി സാധനങ്ങൾ പിറക്കി പോകുന്ന 2 പേരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. മിക്ക ദിവസവും അവർ ആക്രി സാധനങ്ങൾ പിറക്കി തള്ളിക്കൊണ്ട് പോകുന്ന വണ്ടിയിൽ ഒരു റിക്ഷയുണ്ട്. അതിൽ ഇവർ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഞാൻ പതിവായിട്ട് കാണാറുണ്ടായിരുന്നു. മിക്കവാറും മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ചതായിരിക്കും ഉണ്ടാവുക. വലിയ ചാക്ക് കെട്ട്, അതിൽ നിറച്ച് പേപ്പർ, പ്ലാസ്റ്റിക്, ഏതാണ്ടൊക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നാളുകൾ കഴിഞ്ഞു. 1.5 വർഷം കഴിഞ്ഞു. ഞാൻ വീണ്ടും പഴയ പോലെ അവിടെ ചെന്നു. ഇപ്പോഴും നമ്മുടെ തട്ടുകട നടത്തുന്ന ആ ചേട്ടൻ അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പതിവ് പോലെ ചായയൊക്കെ കുടിച്ചു. പക്ഷേ അപ്പോൾ അന്ന് അതുവഴി വന്ന ആക്രി പറക്കിക്കൊണ്ട് വന്നത് വേറെ കുറച്ച് ആളുകളാണ്. അവരുടെ രീതിയൊക്കെ മാറി. അവരിന്ന് ആക്രി കൊണ്ടുപോകുന്നത് പെട്ടി ഓട്ടോയിലാണ്. പഴയ ആളുകളല്ല. കുറച്ച് മുതിർന്ന ആളുകളുമുണ്ട്, സ്ത്രീകളുമുണ്ട്. പെട്ടി ഓട്ടോയിൽ ആക്രികൾ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് 2-3 ദിവസം ഞാൻ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാനൊരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ 2 പേര് ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള കാറിൽ, എന്ന് പറഞ്ഞാൽ മുന്തിയ ബ്രാൻഡഡ് ഇനം കാറിൽ വന്നിറങ്ങി. ഒരു ബെൻസ് കാറിൽ 2 പേര് വന്നിറങ്ങി. അവരെ കണ്ടതും ഞാനൊന്ന് അത്ഭുതപ്പെട്ടു പോയി. മറ്റൊന്നുമല്ല, ഞാൻ ആ പണ്ട് ആക്രി പറക്കിക്കൊണ്ട് നടന്നിരുന്ന 2 പേരുണ്ടായിരുന്നില്ലേ, ആ 2 പേരെയാണ് ഞാനന്ന് അവിടെ കണ്ടത്. സ്വാഭാവികമായിട്ടും അവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ലോട്ടറി അടിച്ചിട്ടുണ്ടാകാം എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ സംഭവം അതൊന്നും ആയിരുന്നില്ല. ഞാൻ അവിടെ ഷോപ്പുകാരൻ്റെ അടുക്കൽ അന്വേഷിച്ചു, ഇപ്പോൾ ഇവർ പഴയ പോലെ ആക്രി ബിസിനസ് ഒന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അവർ പണ്ട് ആക്രി സാധനങ്ങൾ പറക്കിക്കൊണ്ടുപോയി അവർ തരം തിരിച്ച് അതിനെ വിൽക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. അങ്ങനെ അതുവഴി അവർക്ക് നല്ല വരുമാന മാർഗങ്ങൾ ഉറപ്പാക്കാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ അവർ സ്വന്തമായിട്ട് നഗരത്തിൽ നിന്ന് കുറച്ചു മാറി ഒരു ഗോഡൗൺ അവർ സ്വന്തമായി വിലക്കെടുത്ത് അവിടെ 10-200ഓളം ആളുകൾ ഇവർക്ക് താഴെ ജോലി ചെയ്യുന്നുണ്ട്. അത്രമാത്രം അവരുടെ ആക്രി ബിസിനസ് വളർന്നിരിക്കുന്നുവെന്ന്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈ നമ്മൾ പാഴാക്കി കളയുന്ന ആക്രി വസ്തുക്കൾ ഉപയോഗിച്ച് എത്രത്തോളം നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുമെന്നുള്ളത്. ആക്രി പറക്കുക, അല്ലെങ്കിൽ നമ്മൾ പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ നമ്മൾ കളക്ട് ചെയ്യുക
അത് കൊണ്ടുപോയി സംഭരിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ അതിനെ വിപണനം നടത്തുക എന്നൊക്കെ പറയുന്ന മോശമായൊരു കാര്യമല്ല. ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ വീണ്ടും അതിനെ റീസൈക്കിൾ ചെയ്ത് പല രൂപത്തിലാക്കിയാണ് നമ്മുടെ മുന്നിലെത്തുന്നത്. അപ്പോൾ ഇത് കളക്ട് ചെയ്യാനായിട്ട് ആളുകൾ വേണം, തീർച്ചയല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊരു ബിസിനസ് നമുക്കെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അതായത് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഒരു മനസ്സ് വേണം. നമുക്ക് ഏത് ബിസിനസ്സാണെങ്കിലും നമുക്ക് ചെയ്യാനൊരു മനസ്സ് വേണം. ഞാൻ ആ ബിസിനസ് ചെയ്താൽ നാട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ വീട്ടിലുള്ളവരെന്ത് വിചാരിക്കും, അല്ലെ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിൽ നിന്നും ആദ്യമേ മാറ്റണം. അങ്ങനൊരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സൊന്നും ശരിയാകത്തില്ല. ഈ പറഞ്ഞ ആക്രി കച്ചവടം നടത്തുന്ന ആളുകളുടെയും ഞാൻ പറഞ്ഞ ആ തട്ടുകട നടത്തുന്ന ആ ചേട്ടൻ്റെയും കാര്യങ്ങളൊന്ന് എടുത്ത് നോക്കിക്കേ. അവർ രണ്ടുപേരും നല്ല രീതിയിൽ കുടുംബം പുലർത്തുന്നുണ്ട്, നല്ല വരുമാനം അവർക്കുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ആക്രി കച്ചവടം നടത്തുന്ന അവർ 10-200ഓളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. അതൊരു ചെറിയ കാര്യമാണ്, ഒരിക്കലുമല്ല. അവരുടെ ജീവിത നിലവാരം ഉയർന്നു, അവർക്ക് സ്വന്തമായി ബിസിനസ്സുകളായി, അവരിപ്പം തരം തിരിച്ച് അവർക്ക് സ്വന്തമായിട്ട് ഗോഡൗണായി. അവർ വരുന്ന ആക്രി സാധനങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റ് ഐറ്റംസ് എല്ലാം അവർ തരം തിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് അതിനെ കംപ്രസ് ചെയ്ത് വലിയ വലിയ വ്യവസായശാലകളിലേക്ക് അവർ അയക്കുന്നു. അവരും ഡീലർമാരായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഏത് ജോലിയും നമുക്ക് ചെയ്യാം, അത് നല്ല മനസ്സോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു ഉത്തമ ബോധ്യത്തോട് കൂടിയിട്ട് ഒരു ആത്മവിശ്വാസവും നല്ല മനസ്സും അധ്വാനിക്കാനുള്ള ശേഷിയും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഏത് ബിസിനസ് ആണെങ്കിലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. പക്ഷേ ഏത് ബിസിനസ് ചെയ്യുന്നതിന് മുന്നേയും അതിനുള്ള സാധ്യതകളും നിങ്ങൾ പഠിച്ചിരിക്കണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. ബിസിനസ്സിലേക്ക് എടുത്തു ചാടുന്നതിന് മുന്നേ എല്ലാ ബിസിനസ്സും നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്കത് പ്രയോജനപ്പെടുത്താം, അല്ലെ ഏതൊക്കെ മേഖലകളിലേക്ക് നമുക്കതിനൊക്കെ വ്യാപിപ്പിക്കാം എന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടാകണം. ഇപ്പോൾ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചാൽ, നിങ്ങളൊരു തൊഴിലുടമയായി ഒരു വ്യക്തിക്ക് നിങ്ങൾ തൊഴിൽ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കുടുംബത്തെ 4-5 അല്ലെങ്കിൽ 5-6 ആളുകളുടെ പട്ടിണിയാണ് നിങ്ങൾ മാറ്റുന്നത്. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നു, അവർക്ക് ആഹാരം നമുക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് അവർ നമ്മുടെ ശമ്പളം കൊടുക്കുന്നു. അത് അവർ ആഹാര ആവശ്യത്തിനായിരിക്കാം ചിലപ്പോൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വസ്ത്ര ആവശ്യത്തിനായിരിക്കാം, അതുമല്ലെങ്കിൽ ചിലപ്പോൾ മരുന്ന് വാങ്ങിക്കാനായിരിക്കാം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിരിക്കാം, എന്തുമായിക്കോട്ടെ. നിങ്ങളൊരാൾക്ക് തൊഴിൽ കൊടുക്കുന്നതിലൂടെ ആ കുടുംബത്തിനൊരു ഉയർച്ചയാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ ചെയ്യുന്നത് മഹത്തരമായൊരു കർമ്മമാണ്. ഒരിക്കലും തൊഴിൽ കൊടുക്കുന്നതിലൂടെ നിങ്ങളൊരിക്കലും അപമാനിക്കപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുകയില്ല. നിങ്ങൾ വളർത്തിയെടുക്കുന്ന സ്ഥാപനങ്ങൾ എത്രത്തോളം വലുതാകണമെന്നുള്ളത് തൊഴിലാളിയും കൂടെ വിചാരിക്കണം. മുതലാളി മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ തൊഴിലാളിയെ കൂടെ നോക്കുക. തൊഴിലാളി ഹാപ്പിയാണെങ്കിൽ തീർച്ചയായിട്ടും മുതലാളിക്കും ഹാപ്പിയാകാൻ സാധിക്കും. നമ്മുടെ ബിസിനസ് സ്വാഭാവികമായിട്ടും വളരും. ആ നേതൃത്വം പാഠവും നമ്മുടെ അറിവും തൊഴിലാളിയുടെ അധ്വാനവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും നല്ലൊരു ബിസിനസ് ആരംഭിക്കാം. ഇപ്പോൾ പറഞ്ഞതുപോലെ ആക്രി കച്ചവടം മോശമായ തൊഴിലുകളൊന്നുമല്ല. ഇന്ന് നമ്മുടെ കുടുംബശ്രീയിലെ ചേച്ചിമാരൊക്കെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നു, എന്നിട്ട് അവരത് സംസ്കരിച്ച് വിൽപ്പന നടത്തിയാണ് ചെയ്യുന്നത്. അതിലൂടെ അവർ എത്രത്തോളം വരുമാനം അവർക്കുണ്ടാകുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതെല്ലാം നല്ല നല്ല ആശയങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, ബിസിനസ് ആശയങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവ കണ്ടെത്തണം, അവ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.